ഹലോ, വെൽക്കം ടു സാലി കിച്ചൻ. ഇന്ന് നമ്മളൊരു ചിക്കൻ കറിയാണ് കാണിക്കുന്നത്. ഒരാഴ്ച മുന്നേ ഒരു നല്ല അടിപൊളി ചിക്കൻ കറി ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു മയോണീസ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെല്ലാവരും നല്ല ഫീഡ്ബാക്കാണ് പറഞ്ഞത്. അപ്പോൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ഇനിയും ഇതുപോലത്തെ വെറൈറ്റി കറികൾ അപ്ലോഡ് ചെയ്യണമെന്ന്. അപ്പോൾ ഇത് അടിപൊളി ചിക്കൻ കറിയാണ്. ഇതിലധികം പൊടികളോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. നല്ല ടേസ്റ്റിയാണ്. നല്ല സോസി ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ഈ ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു കുക്കർ എടുക്കാം. ഇതിലേക്ക് 2 ഉള്ളി സ്ലൈസ് ചെയ്തെടുത്തതും ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തെടുത്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിൽ അടുപ്പിക്കുന്നുണ്ട്. അപ്പോൾ കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 kg ചിക്കൻ എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ബോൺലെസ് മാത്രം മതിയെങ്കിൽ അങ്ങനെ എടുത്താൽ മതി. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈവച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഒരു ഭാഗത്തേക്ക് ഇത് മാറ്റി വെക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ കുക്കറിൽ വിസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റ് പ്രഷറൊക്കെ പോയിട്ട് ഞാനിത് ഓപ്പൺ ചെയ്യാണ്. നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോണം ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഇനി കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് ചോപ്പ് ചെയ്തെടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് കളയാം. ഇതിലേക്ക് ഇനി പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1 ടീസ്പൂണോളം ഗരം മസാല ചേർക്കുന്നുണ്ട്. ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് യോജിപ്പിച്ചെടുക്കുക. ഈ ഒരു പൊടികളെ പച്ചമണമൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച ഉള്ളിയും തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ചിക്കനാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഗ്രേവി വേണ്ടാന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കണ്ട. ഞാനിതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ വേകുമ്പോൾ അത്യാവശ്യം വെള്ളം ഉണ്ടാവും. പക്ഷേ ഈ ഒരു കറി കുറച്ച് കുറുകിയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ വേവിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ചേർത്ത് വേവിക്കുകയാണെങ്കിൽ വറ്റി വരുമ്പോൾ അത്യാവശ്യം നമുക്ക് വേണ്ട ഒരു കൺസിസ്റ്റൻസി കിട്ടിക്കോളും. ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിത് അടച്ച് വെക്കുക. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ചിക്കനൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് അവസാനം നമ്മൾ 1 ടീസ്പൂണോളം സോയ സോസും ഒരു 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കറിയുടെ ഹൈലൈറ്റ് ടേസ്റ്റ് എന്ന് പറയുന്നത് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. അവസാനം കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കറിയുടെ കൺസിസ്റ്റൻസി ഇങ്ങനെയാണ്. കുറച്ച് നല്ല തിക്കായിട്ടാണ്. ഇത് അപ്പത്തിൻ്റെ കൂടെ ആയാലും ദോശയുടെ കൂടെ ആയാലും പിന്നെ പൊറോട്ടയുടെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഞാനിപ്പോൾ സൈഡായിട്ട് പൊറോട്ടയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായത്. പൊറോട്ടൻ്റെ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട്. നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു പൊറോട്ട. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്